മികച്ച ആദായം കിട്ടുന്ന സംരംഭങ്ങളാണ് ആട് വളർത്തലും കോഴി വളർത്തലും പന്നി വളർത്തലും കന്നുകാലി വളർത്തലുമെല്ലാം. എന്നാൽ ആട്, കോഴി, പന്നി വളർത്തൽ പദ്ധതിക്ക് കേരളത്തിൽ അപേക്ഷകർ വളരെ കുറവാണ്. അതേസമയം ഇതിനായി ലക്ഷങ്ങളുടെ സബ്സിഡിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. ദേശീയ കന്നുകാലി മിഷന്റെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള കേന്ദ്ര പദ്ധതിക്ക് 3 വർഷത്തിനിടെ അപേക്ഷിച്ചത് 50ഓളം പേർ മാത്രമാണ്. എല്ലാ പദ്ധതികൾക്കും 50% സബ്സിഡിയുമുണ്ട്. ഈ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. വ്യക്തിഗത സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഫാമർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സംരംഭകർ സ്വന്തമായോ പാട്ടവ്യവസ്ഥയിലോ കണ്ടെത്തണം. 10% തുക സംരംഭകരുടെ പക്കൽ വേണം. ദേശീയ കന്നുകാലി മിഷനാണ് പണം നൽകുന്നത്. സംസ്ഥാന ലൈഫ് സ്റ്റോക്ക് വികസന ബോർഡിനാണ് പദ്ധതി നിർവഹണ ചുമതല. തീറ്റപ്പുൽ സംസ്കരണത്തിനും പണം ലഭിക്കും. ആടുവളർത്തലിന്റെ സബ്സിഡി ഇങ്ങനെയാണ്: 100 പെണ്ണാടിന് 5 മുട്ടനാട്, ഇതിനായി 10 ലക്ഷം രൂപ. 200 പെണ്ണാടിന് 10 മുട്ടനാട്, ഇതിനായി 20 ലക്ഷം രൂപ. 300 പെണ്ണാടിന് 15 മുട്ടനാട്, ഇതിനായി 30 ലക്ഷം രൂപ. 400 പെണ്ണാടിന് 20 മുട്ടനാട്, ഇതിനായി 40 ലക്ഷം രൂപ. 500 പെണ്ണാടിന് 25 മുട്ടനാട്, ഇതിനായി 50 ലക്ഷം രൂപ ലഭിക്കും. കോഴി വളർത്തലിന്റെ സബ്സിഡി ഇങ്ങനെയാണ്: 1000 പിടക്കോഴിക്ക് 100 പൂവൻ കോഴി, ഇതിനായി 25 ലക്ഷം രൂപ. പന്നി വളർത്തൽ സബ്സിഡി ഇങ്ങനെയാണ്: 50 പെൺപന്നി, 5 ആൺപന്നി, ഇവയ്ക്കായി 15 ലക്ഷം രൂപ. 100 പെൺപന്നിക്ക് 10 ആൺപന്നി, ഇതിനായി 30 ലക്ഷം രൂപയും ലഭിക്കും. ഇനി ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്നറിയാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പാട്ടച്ചീട്ട്, മേൽവിലാസം തെളിയിക്കുന്നതിന് ആധാർ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ്, കറണ്ട് ബില്ല് തുടങ്ങിയവയും നൽകാം. ഫോട്ടോ, ചെക്കും 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും, മുൻപരിചയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയും വേണം. കോഴി, ആട്, പന്നി എന്നിവയെ വളർത്താൻ ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര പദ്ധതി നിലവിലുണ്ട്. നാഷണൽ ഗോകുൽ മിഷന്റെ സംരംഭകത്വ വികസന പദ്ധതി പ്രകാരമാണ് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള കന്നുകാലി വികസന ബോർഡാണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ പദ്ധതികൾക്കും 50% സബ്സിഡി ലഭ്യമാണ്. വ്യക്തിഗത സംരംഭകർ, ഫാമർ പ്രൊഡ്യൂസർ കമ്പനി, ഫാമർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്നിവയ്ക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സ്വന്തമായോ പാട്ടവ്യവസ്ഥയിലോ കണ്ടെത്തണം. 10% തുക സംരംഭകർ മുടക്കേണ്ടതുണ്ട്. ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പാട്ടച്ചീട്ട്, മേൽവിലാസം തെളിയിക്കുന്ന രേഖകളിലൊന്നായ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, കറണ്ട് ബില്ല്, അതോടൊപ്പം ഫോട്ടോ, അപേക്ഷകൻ്റെ ഫോട്ടോ, ചെക്ക് ലീഫ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, മുൻ പരിചയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇതിനാവശ്യമാണ്. ഈ പദ്ധതി പ്രകാരം ഓരോ സംരംഭകർക്കും ചെയ്യാവുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആടുവളർത്തൽ പദ്ധതി: 100 പെണ്ണാടുകളും 5 മുട്ടനാടുകളും ഉൾപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംരംഭകർക്ക് 10 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കുന്നതാണ്. 200 പെണ്ണാടും 10 മുട്ടനാടും ഉൾപ്പെടുന്ന യൂണിറ്റുകൾക്ക് 20 ലക്ഷവും, 300 പെണ്ണാടും 15 മുട്ടനാടും ഉള്ള ഒരു യൂണിറ്റിന് 30 ലക്ഷവും, 400 പെണ്ണാടും 20 മുട്ടനാടുമുള്ള യൂണിറ്റിന് 40 ലക്ഷവും, 500 പെണ്ണാടും 25 മുട്ടനാടുമുള്ള യൂണിറ്റിന് 50 ലക്ഷം രൂപയും സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നതാണ്. കോഴി വളർത്തൽ പദ്ധതിക്കും കോഴി വളർത്തൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഈ പദ്ധതി പ്രകാരം സാധ്യത ഉണ്ട്. 1000 പിടക്കോഴിയും 100 പൂവൻ കോഴിയും അടങ്ങുന്ന ഒരു യൂണിറ്റിന് ലഭ്യമാകുന്ന സബ്സിഡി 25 ലക്ഷമാണ്. പന്നി വളർത്തലിനും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 50 പെൺപന്നികളും 5 ആൺപന്നികളും അടങ്ങുന്ന ഒരു യൂണിറ്റിന് സബ്സിഡി ഇനത്തിൽ 15 ലക്ഷം രൂപയും, 100 പെൺപന്നികളും 10 ആൺപന്നികളും ഉൾപ്പെടുന്ന യൂണിറ്റിന് 30 ലക്ഷം രൂപയും സബ്സിഡി ഇനത്തിൽ ലഭ്യമാകുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായി
ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. www.nim.udayamimitra.in എന്ന കേന്ദ്ര സർക്കാർ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി KLD ബോർഡിൻ്റെ തിരുവനന്തപുരത്തുള്ള പട്ടത്തുള്ള ഓഫീസിലേക്ക് ഫോൺ വഴിയോ നേരിട്ടോ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: കേരള കന്നുകാലി വികസന ബോർഡ്, പട്ടം, 047124491138.